ഈ എപ്പോഴും ഒരു തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സമുദായമാണ് മുസ്ലിം വിഭാഗം. ആ മുസ്ലിം വിഭാഗത്തിനോട് ഈ RSS ഒരു വിരുദ്ധ നിലപാടാണോ കൈക്കൊണ്ടിട്ടുള്ളത്? രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപീകരിക്കുന്നത് 1925-ലാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഈ മുസ്ലിം രാഷ്ട്രീയം രൂപം കൊള്ളുന്നത് RSS രൂപം കൊള്ളുന്നതിന് വളരെ മുമ്പാണ്. 1875-ലാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ അദ്ദേഹത്തിൻ്റെ അലിഗർ മൂവ്മെൻറ്റ് തുടങ്ങുന്നത്. മുസ്ലിം സമൂഹത്തിന് രാഷ്ട്രീയമായിട്ടും അന്ന് ബ്രിട്ടീഷുകാരുടെ കീഴിലാണ് കൂടുതൽ റെപ്രസെൻറ്റേഷൻ വേണമെന്നുള്ളതും മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പുരോഗതിയൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങുന്നത്. പിന്നീട് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ആയിട്ട് ഡെവലപ്പ് ചെയ്തു. 1905 ബംഗാളിനെ മതപരമായി വിഭജിച്ചു. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള കിഴക്കൻ ബംഗാളിന്, അതായത് ഇന്നത്തെ ബംഗ്ലാദേശിനെ ആയിട്ടും വെസ്റ്റ് ബംഗാളായിട്ട് ഡിവൈഡ്. അതിനൊരു വലിയ ജനമുന്നേറ്റമുണ്ടായി. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും ജനകീയമായ സമരം അന്ന് ലാല ലജപത് റായ്, തിലകനാണ് ഏറ്റവും മുന്നിൽ, ബിപിൻ ചന്ദ്രപാൽ, തിലകനെ പോലുള്ള ആൾക്കാർ, അരവിന്ദോ തുടങ്ങിയിട്ടുള്ള വലിയ നേതാക്കളുടെ ഒരു വലിയ ജനകീയ സമരം, വന്ദേ മാതരം ഉൾപ്പെടെയുള്ള ദേശീയ ഗാനം ജനകീയമാകുന്നതൊക്കെ ആ സമരത്തിലാണ്. ആ സമരത്തിന് മുന്നിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് പിന്നീട് പരാജയപ്പെട്ടതിന് തെളിവാണ് 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തു. പക്ഷേ പൊളിറ്റിക്കലായിട്ട് ബ്രിട്ടീഷുകാർ വിചാരിച്ചതുപോലെ തന്നെ അവിടെ ഡിവൈഡഡ് ആയി. അപ്പോൾ 1906 ബ്രിട്ടീഷ് പിന്തുണയിൽ മുസ്ലിം ലീഗ് രൂപം കൊള്ളുകയുണ്ടായി. അപ്പോൾ ആ സമയത്തൊന്നും ഹിന്ദു സംഘടനകളോ ഹിന്ദു പ്രസ്ഥാനങ്ങളോ ഒന്നും തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്ത്യയിൽ ആദ്യമായ ഒരു വർഗീയമായ അലയൻസ് അല്ലെങ്കിൽ ഒരു പാർട്ടി രൂപം കൊള്ളുന്നത് മുസ്ലിം ലീഗിലൂടെയാണ്. ഹിന്ദു സംഘടനകളോ RSS ഒന്നും ആ സമയത്ത് ജന്മം കൊണ്ടിട്ടേയില്ല. അപ്പോൾ പിന്നീട്, കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഭാരതത്തെ സംബന്ധിച്ചിട്ട് മതം ഒരിക്കലും നമ്മുടെ ഭൗതിക ജീവിതത്തിൻ്റെ തലത്തിൽ, സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി നിന്നിട്ടേയില്ല. ഓരോ വ്യക്തിക്കും, ഇപ്പോൾ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഇടയും വിശ്വാസം ഓരോ വ്യക്തിക്കും ഓരോ മതമുണ്ടെന്നുള്ളതാണ്. നമുക്ക് 33 കോടി ദൈവങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിൽ ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് ആൾ ദൈവം ഉൾപ്പെടെ ഉണ്ടല്ലോ ഹിന്ദു സമൂഹത്തിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലായിരുന്ന ഒരു ഭാരതത്തിലേക്ക് ആദ്യമായിട്ടൊരു മതബോധത്തിൻ്റെതായ രാഷ്ട്രീയ പ്രസ്ഥാനം രൂപം കൊള്ളുകയാണ്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് അവർക്ക് കൂടുതൽ പങ്കാളിത്തം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. 1906 മുസ്ലിം ലീഗ് 1906 ഡിസംബറിലാണ് മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നത്. അപ്പോൾ പിന്നീട് കോൺഗ്രസ് മുസ്ലിം ലീഗിനെ ശക്തമായിട്ട് എതിർത്തിരുന്നു. അങ്ങനെ 1914 ലക്നൗ പാക്റ്റിലൂടെ, അപ്പം ഗാന്ധിജി രംഗപ്രവേശം ചെയ്യുന്നു. ലക്നൗ പാക്റ്റിലൂടെ മുസ്ലിം ലീഗിനെ അക്കോമഡേറ്റ് ചെയ്യാൻ കോൺഗ്രസ് അക്കോമഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറായിരുന്നു ഈ ലക്നൗ പാക്റ്റ്. അപ്പം മുസ്ലിം ലീഗിനെ അന്ധമായി എതിർത്തിരുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചുകൊണ്ട് ഒരു കരാറിൽ ഏർപ്പെടുകയാണ് ലക്നൗ പാക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെതിരെ കോൺഗ്രസിനകത്ത് ഒരുപാട് എതിർപ്പുണ്ടായി. ഇപ്പോൾ ആനി ബെസന്റിനെ പോലെയുള്ളവർ, അവർ കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നവരാണ്. അവരെ പോലുള്ള ഒരുപാട് പേര് അതിനെതിരെ, മദൻ മോഹൻ മാളവ്യ, അതുപോലുള്ള ഒരുപാട് പേര് അവരെ എതിർത്തിരുന്നു കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ. പക്ഷേ പിന്നീട് ഗാന്ധിജിയുടെ കരങ്ങളിലേക്ക് 1920 ആകുമ്പോഴത്തേക്കും തിലകൻ മരണപ്പെടുന്നു. അതിനു മുമ്പ് തന്നെ പല പ്രമുഖ നേതാക്കളുമൊക്കെ, ഉദാഹരണത്തിന് ഗോപാലകൃഷ്ണ ഗോഖലെയൊക്കെ രംഗത്ത് നിന്ന് മാറി, അവർ മരണപ്പെട്ടു. അപ്പോൾ ആ സമയത്ത് ഗാന്ധിജിയുടെ നേതൃത്വത്തിലേക്ക് കോൺഗ്രസ് വരുന്നത്. അപ്പം 1921 ഇങ്ങനെ ഖിലാഫത്ത് മൂവ്മെൻറ്റിനെ കോൺഗ്രസ് അഡോപ്റ്റ് ചെയ്യുന്നത്. ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ തുർക്കി പരാജയപ്പെടുമ്പോൾ തുർക്കി അന്ന് മത നേതൃത്വം കൂടെ കാലിഫ എന്നുള്ള തരത്തിൽ തുർക്കിയുടെ സുൽത്താൻ ആ പദം കൂടെ ഇതുണ്ട്. ആ സുൽത്താനേറ്റിനെ ഒഴിവാക്കുമെന്നുള്ള ധാരണയിലാണ്. യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ ഒഴിവാക്കിയിരുന്നില്ല, ഒഴിവാക്കുമെന്നുള്ള രീതിയിൽ തുടങ്ങിയ ഒരു മൂവ്മെൻറ്റാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റ്. അതിൽ ഇന്ത്യയിലാണ് അതിനെ കൊണ്ട് മാർക്കറ്റ്. അതിന് പ്രധാന കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഈ മുസ്ലിം സമൂഹത്തെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ ഒരു മതപരമായ വിഷയത്തെ കൈകാര്യം ചെയ്താൽ മുസ്ലിം സമൂഹം കൂടുതൽ ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കാളിയാകുമെന്നുള്ള ഗാന്ധിജിയുടെ വിശ്വാസമാണ്. അങ്ങനെയാണ് ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ കോൺഗ്രസ് സംയുക്ത സമിതികളുണ്ടാക്കി രാജ്യവ്യാപകമായി അലി സഹോദരന്മാരും ഗാന്ധിജിയും ഒക്കെ സഞ്ചരിച്ച് ഖിലാഫത്തിന് വലിയ പ്രചാരം കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതിനിടയിൽ പിന്നീട് നമ്മൾ കാണുന്ന ഖിലാഫത്ത് തുടങ്ങിയ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യയിലെ അന്ന് ഏറ്റവും കൂടുതൽ കലാപത്തിൻ്റെ ആദ്യമായ വർഗീയ കലാപം ഉണ്ടാകുന്നത് കേരളത്തിലെ മലബാറിലാണ്. ആയിരക്കണക്കിന് പേര് കൊല്ലപ്പെടുകയും
ആയിരങ്ങളെ മതം മാറ്റം ചെയ്യുന്ന 1921 ക്രൂരമായിട്ടുള്ള 21 കലാപം. അപ്പോൾ മലബാർ കലാപം, ആ മലബാർ കലാപം ദേശീയ തലത്തിൽ ഒരുപാട് ശ്രദ്ധയുണ്ടായ കാര്യമായിരുന്നു. അപ്പം അതിൽ നമ്മുടെ അംബേദ്കർ ഉൾപ്പെടെയുള്ള ആൾ, അംബേദ്കർ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ബുക്കിൽ അംബേദ്കർ ഇതിനെ ജനോസൈഡ് എന്നാണ്. അത് കലാപമല്ല. കലാപം എന്ന് പറഞ്ഞാൽ 2 കൂട്ടരും കൊല്ലപ്പെടുന്നതിനാണ് നമ്മൾ കലാപം എന്ന് പറയുക. മലബാറിൽ 1 കൂട്ടർ മാത്രമേ കൊല്ലപ്പെട്ടുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം അതിനെ ജനോസൈഡ് എന്നാണ് ഈ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ബുക്കിൽ അംബേദ്കർ ഇതിനെ ഉപമിച്ചത്. മാത്രമല്ല നമ്മളെ മലയാളത്തിൽ ഏറ്റവും അന്നത്തെ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയും ഫൗണ്ടറും ജനറൽ സെക്രട്ടറിയുമായി ആയിരുന്ന കുമാരനാശാൻ്റെ ദുരവസ്ഥ, അത് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് പോലും അത് ചൊല്ലാൻ കഴിയില്ല. ആ തരത്തിൽ അതിശക്തമായ രീതിയിൽ കുമാരനാശാൻ അതിനെതിരെ വിലപിച്ചുകൊണ്ട്, അതായത് അസംഘടിത ഹിന്ദു സമൂഹത്തിനെ കുറിച്ചുള്ള അവരുടെ ദയനീയാവസ്ഥയും നമുക്കതിനകത്ത് കാണാം. പക്ഷെ നമ്മൾ ദുരവസ്ഥയെ വേറെ തരത്തിലാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷേ ദുരവസ്ഥയുടെ ആദ്യ വരികൾ മുതൽ നിങ്ങൾക്കറിയാം അന്നുണ്ടായ ആ ഒരു സാമൂഹ്യ പരിസ്ഥിതി. അങ്ങനെ ഒരു മതപരമായ രാജ്യത്ത് ആദ്യമായി കലാപം ഉണ്ടാകുന്ന മലബാർ കലാപം. അതിനു മുമ്പ് നമ്മുടെ ചരിത്രത്തിൽ ഒരിടത്ത് ഹിന്ദു മുസ്ലിം കലാപമായിട്ട് റെക്കോർഡിൽ പണ്ടൊരു ബോംബെയിലൊരു ചെറിയ സംഘർഷം ഉണ്ടായത് കാണും. പക്ഷേ ഔദ്യോഗികമായ ഈ ടെക്സ്റ്റുകളിലൊന്നും അങ്ങനെ ഇല്ല, ചരിത്രരേഖകളിലൊന്നുമില്ല. പിന്നീട് രാജ്യവ്യാപകമായി മുസ്ലിം ഹിന്ദു കലാപങ്ങൾ നമ്മൾ കാണാം. അതിൽ പ്രധാനമായിട്ടും മുസ്ലിങ്ങൾക്ക് മേൽക്കോയ്മയുള്ള പ്രദേശങ്ങളാണ് ഈ കലാപങ്ങൾ ഉണ്ടാവുന്നത് ദേശീയ തലത്തിൽ. അപ്പം 23, 24, 25 കാലഘട്ടങ്ങളിലൊക്കെ വ്യാപകമായ രീതിയിലുള്ള വർഗീയ കലാപങ്ങളുണ്ടായി. അപ്പോൾ RSS രൂപം കൊള്ളുന്നത് 1925-ലാണ്. അപ്പം നമ്മൾ RSSൻ്റെ രൂപീകരണത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമുക്ക് വേറൊരു പ്രത്യേകം നമുക്ക് വീഡിയോ ചെയ്യാം. ഇതിൽ നമ്മൾ ഇതിലേക്ക് വരാം. അപ്പോൾ ഈ 1925 രാഷ്ട്രീയ സ്വയംസേവക സംഘം രൂപം കൊള്ളുന്നത് ഒരു മുസ്ലിം വിരുദ്ധമായോ അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ പ്രശ്നത്തിലോ അല്ല. അത് കാരണം RSSനെ സംബന്ധിച്ചിടത്തോളം RSS ഒരു ദേശീയ പ്രസ്ഥാനമായിട്ട് രാഷ്ട്രീയതരമായി ഇന്ത്യയിലെ യുവാക്കളെ, അതായത് ദേശീയോന്മുഖമാക്കാനായിട്ട്, കാരണം നമ്മൾ വ്യത്യസ്തമായ ജാതി മത പ്രാദേശിക ഭാഷാപരമായ വേർതിരിവുകളിലായി കിടക്കുന്ന ഈ പ്രദേശം ഏതാണ്ട് 1000 വർഷം വൈദേശ ശക്തികൾ കീഴടക്കിയ പ്രദേശത്ത് ഇനി അത് ആവർത്തിക്കാതിരിക്കാനായിട്ട് രാഷ്ട്ര ശരീരത്തെ ശാക്തീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് RSS രൂപം കൊള്ളുന്നത്. അല്ലാതെ RSSൻ്റെ രൂപീകരണത്തിൽ മുസ്ലിം വിരുദ്ധതയോ മുസ്ലിങ്ങൾക്കെതിരായ ഒരു സംഘടനയോ അല്ല. അത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനം എന്നുള്ള തരത്തിൽ രാഷ്ട്രീയതരമായ ഒരു വോളണ്ടറി ഓർഗനൈസേഷനായിട്ടാണ് രൂപം കൊള്ളുന്നത്. പക്ഷേ എന്തുകൊണ്ട് RSS ഇത്തരം വിഷയങ്ങൾ RSSനെ വലിച്ചിഴയ്ക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ പ്രധാന കാരണം 1946 അതിനു മുമ്പ് തന്നെ 1940 മുസ്ലിം ലീഗ് ദുരാഷ്ട്രവാദം എന്നുള്ളത് അതായത് അവർ പാകിസ്ഥാൻ എന്നുള്ളൊരു പുതിയ മതരാജ്യം രൂപീകരിക്കണമെന്ന് പ്രമേയം പാസ്സാക്കേണ്ടത് 1940. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിനിടയിലാണ്. അതിനുശേഷം 1946 അവർ ഡയറക്റ്റ് ആക്ഷൻ ഡേ പ്രഖ്യാപിക്കുന്നു. വൻപിച്ച വർഗീയ കലാപങ്ങൾക്ക് വേദിയായി. അപ്പം RSSൻ്റെ കാഴ്ചപ്പാടിലും ഒരിക്കലും ഇന്ത്യ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് മതങ്ങൾക്ക് ജന്മം കൊടുത്തൊരു പ്രദേശമാണ് ഈ ഉപഭൂഖണ്ഡം. അപ്പോൾ ഭാരതം എന്ന് പറയുന്നത് വ്യത്യസ്തമായ മതങ്ങളും വ്യത്യസ്തമായ ആശയങ്ങളും ആ തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളും ഒക്കെ ഉള്ള വിശാലമായൊരു ക്യാൻവാസ്. മാത്രമല്ല നമ്മളെ ഒരു പ്രദേശം പോലും ഇന്ത്യയിൽ അങ്ങനെ മുസ്ലിം ഹിന്ദു ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല. മുസ്ലിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും? അതൊരിക്കലും ശാസ്ത്രീയമായ വിഭജനത്തിന് സാധ്യമല്ല. ഇപ്പം പഞ്ചാബിൽ പോലും വെസ്റ്റ് പഞ്ചാബ് പിന്നെ ഉണ്ടാക്കിയെടുത്തത് അന്നും പഞ്ചാബും ഈസ്റ്റ് പഞ്ചാബും തമ്മിൽ ഏതാണ്ട് 40% അല്ലെങ്കിൽ 60% അല്ലെങ്കിൽ 50%, 48% ഈ തരത്തിലേക്കുള്ള ഒരു ഡിഫറൻസ് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് മതാടിസ്ഥാനത്തിലെ വിഭജനം അശാസ്ത്രീയമാണ്, അത് ജനവിരുദ്ധമാണ്. 2 മതവിഭാഗങ്ങൾക്കും അത് ഗുണകരമല്ല. മാത്രമല്ല ഹിന്ദു സമൂഹം അങ്ങനെ മതാടിസ്ഥാനത്തിൽ സംഘടിതവുമല്ല. കാരണം 1905 എക്സ്പീരിയൻസും 1911 ബ്രിട്ടീഷുകാർ വിഭജനത്തെ റിജക്റ്റ് ചെയ്തതുമൊക്കെ നമ്മൾ ഒന്നിച്ച് വായിക്കണം. അപ്പോൾ ഈ കാഴ്ചപ്പാട് RSSനുണ്ടായിരുന്നു. പക്ഷേ അന്ന് RSS അത്ര വലിയൊരു പ്രബലമായ സംഘടനയോ മാധ്യമ ശ്രദ്ധയൊന്നും 1940കളിൽ ഉണ്ടായിരുന്നില്ല. 1946 വിഭജനത്തിന് ശേഷം സ്വാതന്ത്ര്യാനന്തരം ലക്ഷക്കണക്കിന് പേര് കൊല്ലപ്പെടുകയും ഏതാണ്ട് 20-25 ലക്ഷം പേര് കൊല്ലപ്പെടുകയും അതുപോലെ കോടിക്കണക്കിന് പേര് അഭയാർത്ഥികളായിട്ട് ഇങ്ങോട്ട് വരികയും ചെയ്യുന്ന സമയത്ത് അവരുടെ ഇടയിൽ സേവന പ്രവർത്തനങ്ങൾ നടത്തിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ പ്രവർത്തനം നടത്തിയിട്ടാണ് RSS ആദ്യമായിട്ട് ശ്രദ്ധേയമായൊരു സംഘടനയായി മാറുന്നത്. ആ പശ്ചാത്തലത്തിൽ നിന്നാണ് രാഷ്ട്രവിഭജനം ഉണ്ടാകുന്നതും അതിനുശേഷം നമ്മുടെ സ്വതന്ത്ര രാജ്യമായി രൂപം കൊള്ളുന്നത്.
അപ്പോൾ സ്വതന്ത്ര രാജ്യമായി രൂപം കൊള്ളുമ്പോഴത്തേക്കും ബ്രിട്ടീഷുകാരുടെ കാഴ്ചപ്പാടിലൂടെ തന്നെ നമ്മൾ ഭരണഘടനാപരമായി ജനങ്ങളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, ന്യൂനപക്ഷവും ഭൂരിപക്ഷവും. യഥാർത്ഥത്തിൽ അസംഘടിതമായ ഹിന്ദുക്കൾ ഭൂരിപക്ഷവുമായി സംഘടിതരായ ന്യൂനപക്ഷ സംഘടിത മതവിഭാഗം ന്യൂനപക്ഷമായി മാറുകയും ഭൂരിപക്ഷത്തിനില്ലാത്ത അവകാശങ്ങൾ ഭരണഘടനാപരമായി ലഭിക്കുന്ന ലോകത്തിലെ ഏക രാജ്യമാണ് ഇന്ത്യ ന്യൂനപക്ഷങ്ങൾക്ക്. ഉദാഹരണത്തിന് നമ്മുടെ മൗലിക അവകാശങ്ങൾ പോലും ഭരണഘടനാപരമായി ഫണ്ടമെൻ്റൽ അല്ല. എന്നാൽ അതിലെ ആർട്ടിക്കിൾ 29-30, അതായത് ന്യൂനപക്ഷ അവകാശങ്ങൾ പറയുന്ന ഭാഗം മൗലിക അവകാശങ്ങളാണ്. അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ആ തരത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ വിഷയങ്ങൾ ഗവൺമെൻറ് ഇടപെടുന്നു. നമ്മുടെ ഹിന്ദു ആരാധനാലയങ്ങൾ ഗവൺമെൻറ് നടത്തുന്നു. നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രി തന്നെയുണ്ട്. അതെ. അപ്പോൾ ഹിന്ദുക്കൾക്ക് ഈ തരത്തിലുള്ള ഒരുപാട് ഗവൺമെൻറ് നിയന്ത്രിത മത സംവിധാനവും അതേസമയം സ്വതന്ത്രമായ മതം അനുശാസിക്കുന്ന തരത്തിൽ അവൻ്റെ ഭൗതിക ജീവിതം, അതായത് വിവാഹം, സ്വത്തവകാശം, അതുപോലെ പിന്തുടർച്ച, ദത്തവകാശം, ഇതിനൊന്നും തന്നെ കേരളത്തിലെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വ്യത്യസ്ത നിയമമാണ്, ഹിന്ദുക്കൾക്കുള്ള നിയമമല്ല. അപ്പം ആ തരത്തിൽ അവരുടെ മതനിയമം കൂടെ നമ്മൾ മതേതര രാജ്യമെന്ന് പറയുകയും മതനിയമാടിസ്ഥാനത്തിൽ സിവിൽ ലൈഫ് ഇവിടുത്തെ മുസ്ലിമിനും ക്രിസ്ത്യാനികൾക്കും ഉറപ്പാക്കുകയും ഹിന്ദുക്കൾക്ക് പാർലമെൻറ്റ് പാസ്സാക്കുന്ന നിയമത്തിലൂടെ ഉള്ള സിവിൽ ലൈഫാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പം നമ്മുടെ രാജ്യം ഒരു കപട മതേതരത്തിൻ്റെ കവറിലൂടെ പോകുമ്പോഴത്തേക്കും RSSൻ്റെ ഭാഗത്തു നിന്ന് അതിനെതിരെ ശക്തമായ ചില വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ വിഭജനത്തെ അതിശക്തമായിട്ട് RSS എതിർക്കുകയും, അല്ലാതെ അത് മുസ്ലിങ്ങൾക്കോടുള്ള എതിർപ്പല്ല, മുസ്ലിം വിഭജന രാഷ്ട്രീയത്തോടുള്ള എതിർപ്പാണ്. മുസ്ലിം സമൂഹത്തെയും മുസ്ലിം വിഭാഗീയതയും നമ്മൾ രണ്ടായിട്ട് കാണണം. ഇപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ മുസ്ലിം സമൂഹത്തിലെ തീവ്രവാദികളെയും വിഭജനവാദികളെയും ഒക്കെ നമ്മൾ മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ അവരെ നമ്മൾ അകറ്റി നിർത്തണം. ഇപ്പോൾ SDPI അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാം അവർ മുഖ്യധാര മുസ്ലിമിൻ്റെ ഭാഗമല്ല. യഥാർത്ഥത്തിൽ അവരൊരു ചെറിയ ന്യൂനപക്ഷമാണ്. പക്ഷേ നമ്മളുടെ സെക്കുലർ ചർച്ചകളിൽ നമ്മൾ ഇവരെ പലപ്പോഴും മുസ്ലിമിൻ്റെ പൊതുബോധത്തിൽ നിന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് RSSൻ്റെ എതിർപ്പ് മുസ്ലിം വിഭാഗീയതയോട്, അതായത് രാഷ്ട്രത്തെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്ന മുസ്ലിം രാഷ്ട്രീയത്തോടാണ്, അല്ലാതെ മുസ്ലിം സമൂഹത്തോടല്ല. അത് ഒരു മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ RSS ആ തരത്തിൽ കാണുന്നില്ല. RSS ഒരു തരത്തിലും. അപ്പോൾ ഒരുപാട് പ്രബുദ്ധരായിട്ടുള്ള ദേശീയ മുസ്ലിം സമൂഹം RSSുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ടാവും. ഒരുപാട് പേര് പഴയകാലം മുതൽ തന്നെ ദേശീയ തലത്തിൽ RSSനെ ആയിട്ട് സഹകരിക്കുന്ന തുടക്കം മുതൽ തന്നെയുണ്ട്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളുടെ രാഷ്ട്രീയപരമായ വ്യാഖ്യാനങ്ങളും ചർച്ചകളിലും വന്നിട്ട് ഇത് സൂക്ഷ്മമായി പഠിക്കാൻ ആരും തയ്യാറാകുന്നില്ലല്ലോ. കാരണം നമ്മളതിനെ RSSനെ ഒരു ബ്രാൻഡഡ് ആക്കിയിട്ട് സ്വാതന്ത്ര്യാനന്തരം രൂപപ്പെടുകയും ഗാന്ധിവധത്തെ തുടർന്ന് വേറൊരു തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരികയും ചെയ്യുകയും അതിനൊരു വർഗീയ തലത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തതുകൊണ്ടാണ് ഈ ഒരു തരത്തിലുള്ളൊരു മനോഭാവം ഉണ്ടാകുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇത് രണ്ടും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എങ്ങനെയാണ് ഇന്ത്യയിൽ RSS വളർന്നത്? ഇപ്പം നമ്മൾ പഠിക്കേണ്ടത്, ഇപ്പോൾ RSS ഇപ്പോൾ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ RSSൻ്റെ ആശയം ഉൾക്കൊണ്ട് രൂപപ്പെട്ട വ്യത്യസ്ത സംഘടനകളിൽ ഒന്നാണ് BJP. അതായത് രാഷ്ട്രീയ മണ്ഡലത്തിൽ BJP കഴിഞ്ഞ ഒരു ദശകമായിട്ട് ദേശീയ തലത്തിൽ ഭരിക്കുന്നുണ്ട്. ഇപ്പം ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 24 വർഷമായിട്ട് ഭരിക്കുന്നുണ്ട്. എത്ര ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് അവിടെ ആക്രമിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അവിടെ ന്യൂനപക്ഷങ്ങൾ വിവേചനം നേരിട്ടത്? നമുക്ക് അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യയിൽ അങ്ങനെ മുസ്ലിം വിരുദ്ധമായ ഒന്നും ചൂണ്ടിക്കാണിക്കാനില്ല. ഇപ്പം നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ഒരു പദ്ധതികളിലും അങ്ങനെ ഏതെങ്കിലും ഒരു കോർണർ ചെയ്തിട്ടുള്ള പദ്ധതിയുമില്ല. പക്ഷേ നമ്മളെ രാഷ്ട്രീയ ചർച്ചകളിൽ ഇത് മുസ്ലിം വിരുദ്ധമാണെന്ന് അവതരിപ്പിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് മുസ്ലിം വിരോധമോ ക്രിസ്ത്യൻ വിരോധമോ ഇല്ല. പക്ഷേ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും വിഭാഗീയത പറയുന്ന വിഭാഗങ്ങളോട് RSS എതിർക്കുന്നു എന്നുള്ളതാണ്. പറയുന്നവരോട് ഉദാഹരണത്തിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ എന്തുകൊണ്ട് RSS എതിർക്കുന്നു? മാവോയിസ്റ്റുകളെ എന്തുകൊണ്ട് എതിർക്കുന്നു? ഇപ്പോൾ കേരളത്തിൽ തന്നെ RSSുമായിട്ട് ഏറ്റവും കൂടുതൽ സംഘർഷത്തിൽ വന്നത് കമ്മ്യൂണിസ്റ്റുകളാണ്, മുസ്ലിം ലീഗുകാരല്ല. അപ്പോൾ അതുകൊണ്ട് RSSൻ്റെ എതിർപ്പെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിക്കുന്ന ശക്തികൾ, അത് മുസ്ലിം മതത്തിൻ്റെ പേരിലാണെങ്കിലും ക്രിസ്ത്യൻ മതത്തിൻ്റെ പേരിലാണെങ്കിലും ഈവൻ ഹിന്ദു മതത്തിൻ്റെ പേരിലാണെങ്കിലും അതിനെ RSS എതിർക്കും. അപ്പം മതം നോക്കിയല്ല എതിർക്കുന്നത്, രാജ്യത്തെ അല്ലെങ്കിൽ ഭാരത മാതാവിനെ വെട്ടിമുറിക്കാൻ ശ്രമിക്കുന്ന ശക്തികളെ എതിർക്കുന്നു, രാജ്യദ്രോഹ ശക്തികളെ എതിർക്കുന്നു എന്നുള്ള തരത്തിൽ. അപ്പം മതത്തിൻ്റെ പേര് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും ഈ ശക്തികൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്.
അപ്പം മുസ്ലിം സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഉപകരിച്ചിട്ടുണ്ട്. ഈ നമ്മുടെ മതേതരത്വത്തിൻ്റെ പേരിൽ തെറ്റായ വ്യാഖ്യാനങ്ങൾ RSSനെ കുറിച്ച് നടത്തുകയും ഹിന്ദു സമൂഹത്തിൽ തന്നെ മതാന്ധതയുടെ തലത്തിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്യുകയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അഭിമാനമായ സാംസ്കാരികമായ പല രൂപങ്ങളും മതപരമാക്കി മാറ്റി. ഇപ്പം നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് ഒരു മുസ്ലിം സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് ഈ അടുത്ത കാലത്ത് രൂപപ്പെട്ടാണ്. അതുപോലെ കഴിഞ്ഞ് നമുക്ക് 2011 മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മന്ത്രി അത് വന്നുടനെ ആദ്യം അവിടെ ഗംഗ എന്നുള്ള പേരായിരുന്നു, അദ്ദേഹം പേര് മാറ്റിയിട്ട് അതിനെ ഗ്രേസോ മറ്റോ ആക്കി, അങ്ങനെ പേര് മാറ്റിയിട്ട് അദ്ദേഹം ആ തരത്തിലൊക്കെയുള്ള മനോഭാവങ്ങളൊക്കെ വന്നത് അടുത്ത കാലത്താണ്. അപ്പോൾ RSS ആ തരത്തിൽ ഒരിക്കലും നമുക്ക് മുസ്ലിം വിരുദ്ധമോ ക്രിസ്ത്യൻ വിരുദ്ധമോ അല്ല, വിഭാഗീയതയ്ക്കും രാജ്യദ്രോഹ ശക്തികൾക്കും എതിരാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ RSSൻ്റെ പ്രമാണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും RSSന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചതും അത് ഉൾക്കൊള്ളുന്ന ആളുകൾ, മനസ്സിലാക്കുന്ന ആളുകൾ അതിലേക്ക് കൂടുതൽ ആകർഷിക്കപ്പെടുന്നതും ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.